ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ അതാട്ടോ അമ്മായി ഇതാ എല്ലാവരോടും ഹായ് പറയുന്നുണ്ട്, വലിയമ്മായി കേട്ടോ. അപ്പോൾ വലിയമ്മായിക്ക് എല്ലാവരും ഒരു ഹായ് കൊടുക്കണേ. പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് സ്പെഷ്യലി എന്ന് പറയാൻ ഇന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ എന്നെ എല്ലാവരും കൂടി പൊങ്കാല ഇടാൻ വരരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിൽ സാമ്പാർ തന്നെ കേട്ടോ. കാരണം അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരാൾ കൂട്ടുന്ന കറി ഒരാൾ കൂട്ടില്ല, ഒരാൾ കഴിക്കുന്ന കറി മറ്റൊരാൾ കഴിക്കില്ല, പലർക്കും പല ടേസ്റ്റും കാര്യങ്ങളോ, അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മളെന്താ ചെയ്യുക, അപ്പോൾ ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഞാനൊക്കെ എന്താണ് വെക്കാൻ പറഞ്ഞത് അത് വെക്കും കേട്ടോ. സാമ്പാറാണെങ്കിൽ സാമ്പാർ, പിന്നെ നമുക്ക് അങ്ങനെ വലിയ ഡിമാൻഡുകൾ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് കിട്ടിയാലും ഒരു ചമ്മന്തി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കും. ഇവരങ്ങനെ അമ്മ അങ്ങനെ ആദ്യം തന്നെ ഞാൻ വരുന്നതിന് മുന്നേ അമ്മ ഓരോരുത്തർക്കുള്ള കാര്യം അങ്ങനെ ഉണ്ടാക്കി ശീലിച്ച് അവരങ്ങനെ കഴിച്ച് അവർക്ക് ശീലമായി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളതിനി മാറ്റണം പറഞ്ഞാൽ നമ്മൾ ഓരോ കുടുംബക്കായി ഇനി വേറെ വേറെ താമസിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ കറി, ഇപ്പോൾ രാജേട്ടന് ഇഷ്ടമുള്ള കറികൾ നമുക്ക് വെക്കാം. അപ്പോൾ ഞാനായാലും കഴിക്കും, അങ്ങനെയൊക്കെ നമുക്കിനി കഴിയാം. അപ്പോൾ ഇത് അമ്മ മാങ്ങ നുറുക്കുകയാണ് കേട്ടോ. വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ്, ഒരു 5-6 കിട്ടി. ഇപ്പം രാജീവേട്ടന് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ചാറുണ്ടെങ്കിലൊക്കെ കഴിക്കും പറഞ്ഞിട്ട് അമ്മ അത് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അമ്മായി വലിയമ്മായി ഏതാ വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തേങ്ങ ചിരവി തരിക കേട്ടോ. ഉപ്പേരിക്കും തേങ്ങ ചിരവിയിട്ടുണ്ട്, കറിക്കുള്ള അരയ്ക്കാനുള്ള എല്ലാം ചിരവി തന്നു കേട്ടോ. അതേപോലെ തന്നെ ചെറിയമ്മായിക്ക് ഇന്ന് ലീവാണ്. അപ്പം ചെറിയമ്മായി ഇന്ന് അവിടെ ഒരു കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, വേറെ അമ്മായി പണിയെടുക്കണോർത്തുനിന്ന് കൊണ്ടുവന്നതാ കേട്ടോ. അപ്പം അത് അച്ചാറിടുക ഉപ്പിലിടുകയൊക്കെ ചെയ്യണം. അമ്മായിക്ക് രാവിലെ കഞ്ഞി കൊണ്ടുപോകാനൊക്കെ, മലയിലാണ് പണി. അപ്പം മലയ്ക്ക് പോകുമ്പോൾ രാവിലെ കഞ്ഞി കൊണ്ടുപോകും. അപ്പം അതിനിങ്ങനെ കഴിക്കാൻ അച്ചാറൊക്കെ ചെറിയമ്മായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ചാർ പറഞ്ഞാൽ അങ്ങനെ നമ്മളിങ്ങനെ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെയൊക്കെ കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ ധോനി ബേബി നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവൾ ഇന്ന് നേരത്തെ ഉറങ്ങി. അവൾക്കൊരു ചെറിയ ജലദോഷമാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെനിക്കും വന്നു കേട്ടോ. അവളുടെ ജലദോഷം ഇപ്പം എനിക്ക് വന്നിരിക്കുകയാണ്. എപ്പോഴും നമുക്ക് അമ്മമാർക്ക് വന്നതല്ലേ കുട്ടികൾക്ക് വരിക. കുഞ്ഞു പൈതങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാലോ. ഇതിപ്പോൾ തിരിച്ചാട്ടോ, അവൾക്ക് ജലദോഷം ആദ്യം വന്നു, അതിന് ശേഷം എനിക്ക് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കറിക്കുള്ളതൊക്കെ അരച്ചു ഞാൻ കേട്ടോ. അവർ കഷ്ണങ്ങളൊക്കെ ചെറിയമായിയൊക്കെ നുറുക്കി തന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് വലിയൊരു ആശ്വാസം. പിന്നെ അതേപോലത്തെ നമുക്കൊരു സഹായമാണ് അവരൊക്കെ ചെറിയമായി ഉണ്ടെങ്കിലും ഒക്കെ. കാരണം ഒന്നിനും സാധിക്കില്ല. അമ്മയുടെ കൈ ഇങ്ങനെ ഇടത് കൈ ഇങ്ങനെ ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടതൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ എല്ലിങ്ങനെ കോടിയും കൊണ്ടൊക്കെ ആയതുകൊണ്ട് ആ കൈ കൊണ്ട് ഒന്നും പിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അമ്മായി വലിയമ്മായി എന്നെ സഹായിയൊക്കെ, ചെറിയമ്മായി ഉണ്ടെങ്കിൽ ചെറിയമ്മായി. അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിരിക്കണു. ചെറിയമ്മായിക്കുള്ള മാങ്ങയും ചക്കക്കുരു വലിയമ്മായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറും വലിയമ്മായി അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറായി. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഉപ്പേരിക്കുള്ളതാട്ടോ. രാജേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓട്ടം കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഉപ്പേരിയും ക്യാബേജ് തോരനാട്ടോ ഒന്ന്. അപ്പോൾ ക്യാബേജ് തോരനും സാമ്പാറും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും വേറെ വേണ്ടേ. കോഴിമുട്ട ഉണ്ട്, അപ്പോൾ അത് ഏട്ടൻ കഴിക്കും. പിന്നെ ഞാൻ കോഴിമുട്ടയൊന്നും അങ്ങനെ കഴിക്കൊന്നുമില്ല. എത്ര വെച്ചിട്ട് അങ്ങനെ കോഴിമുട്ട അങ്ങനെ കഴിക്കുക വിചാരിച്ചിട്ട് എപ്പോഴെങ്കിലും ഏട്ടൻ കഴിക്കുമ്പോൾ അതിനൊരു ചെറിയൊരു പൊട്ടെടുത്ത് കഴിക്കുക എന്നല്ലാതെ നമ്മൾ സ്ഥിരം അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ. അപ്പം എന്നാൽ നിനക്ക് ഉണക്കമീൻ മേടിച്ചിട്ട് വരാമെന്നിട്ട് എന്നാൽ മാന്തളമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂട്ടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ പിന്നെ ഇടയ്ക്ക് ഓട്ടം പോയടത്തുനിന്ന് ഇങ്ങനെ ഞങ്ങളുടെ അവിടേക്കാണ് ഓട്ടം വന്ന്. അപ്പോൾ വന്നപ്പോൾ ഏട്ടൻ ഉണക്കമീൻ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് തന്നിട്ട് രാജേട്ടൻ പോയി. പിന്നെ അന്ന് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, തൊട്ടി ഇങ്ങനെ ഉയരത്തിലാണ് ധോനി ബേബിയുടെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി അവളിപ്പോൾ തൊട്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെ എന്താ പറയുക ചാടി നീക്കാനും ഒക്കെ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ടെൻഡൻസി ഇപ്പോൾ ഒക്കെ വന്നു തുടങ്ങി. അവൾ ഇങ്ങനെ കാലുകൊണ്ടൊക്കെ അങ്ങനെ കുതിറി വരാനൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ തൊട്ടി കുറച്ച് കട്ടിലിൻ്റെ അവിടേക്ക് ഇങ്ങനെ താത്തി കെട്ടണം എന്ന് പറഞ്ഞിട്ട് അത് കെട്ടിത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിൽ കോണിയുണ്ട്, അത് ഞാൻ പോയിട്ട് വന്നിട്ട് ചെറിയൊരു ഓട്ടം ഉണ്ട്, അതും കൂടി പോയി വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് തുണി അലക്കിയിട്ടായിരുന്നു. അപ്പോൾ നല്ല മഴക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങാനും ഇനി നനഞ്ഞാലോ. ഇതെല്ലാം ഉപ്പേരിക്ക് അടുപ്പത്ത് വെച്ചിട്ടാട്ടോ ഞാൻ അങ്ങോട്ട് പോയത് തുണികൾ എടുത്ത് വെക്കാൻ. അല്ലെങ്കിൽ അത് നനഞ്ഞാൽ പിന്നെ അത് ഉണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. തോരയിടാനൊന്നും അങ്ങനെ സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് എത്രയും ആൾക്കാരുടെ തുണികൾ നമ്മൾ ആ പുതിയ വീടിൻ്റെ ഉള്ളിലാണ് ഇടുക. അവിടേക്കും ഇങ്ങനെ കാറ്റൊന്നും ശരിക്കും തട്ടാത്തതുകൊണ്ടൊക്കെ തുണികൾ ഉണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുകൾക്ക് സംശയം, എൻ്റെ അനിയത്തിയുടെ മക്കളൊക്കെ വലുതാണല്ലോ,
എന്താണ് അനുവിൻ്റെ കുട്ടി എന്താ ചെറുത്. അപ്പം അവർക്ക് ഡൗട്ട് ഒരുപാട് വൈകിട്ടാണ് കല്യാണം കഴിഞ്ഞതെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാ രാജേട്ടൻ തൊട്ടിയിട്ട് കേട്ടോ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കല്യാണമാണ് ആദ്യം കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നപ്പോഴത്തേനും അമ്മയ്ക്ക് സുഖമില്ലാതായി. അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോൾ പിന്നെ സാമ്പത്തികമായിട്ടും പിന്നോക്കം ഞങ്ങളിങ്ങനെ ജോലിക്കൊക്കെ പോയിട്ട് വേണമായിരുന്നു. അപ്പോൾ അവളെങ്ങനെ കടയിലൊക്കെ പോണ് കണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ കല്യാണ ആലോചന വന്നപ്പോൾ അന്നൊന്നും ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല കേട്ടോ. ചെറിയൊരു ഷെഡൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ അമ്മയുടെ ഷെയറിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴവൾക്ക് കല്യാണാലോചന വന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇങ്ങനെ ഇരിക്കേണ്ട പെൺകുട്ടികളല്ലേ. പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ തറവാട്ട് വീട്ടിലാണെങ്കിൽ അവിടെ സുഖമില്ലാത്തൊരു മേമുണ്ടായിരുന്നു, സ്ഥിര കിടപ്പിലായ അമ്മമ്മ. അപ്പം അവിടെയൊക്കെ കഴിയാനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. ആ സാഹചര്യത്തിലൊക്കെ ഞങ്ങൾ ആ നരകത്തുനിന്ന് ഒരാൾ രക്ഷപ്പെടുക പറഞ്ഞാൽ സന്തോഷമല്ലേ. അപ്പം ആരെങ്കിലും ഒരാൾക്ക് ഒരു കഞ്ഞി ഒരു ജീവിതം ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഒരു ആലോചന വന്നപ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഞങ്ങൾ 3 പേരും കേട്ടോ കടയിൽ പോകുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ കടയിൽ പോകണം. അവിടുത്തെ ഓണേഴ്സൊക്കെ സഹായിച്ചിട്ട് അവളുടെ കല്യാണം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം 8-9 വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ചെറിയ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. എന്നിട്ട് 1 വർഷം തികയണ ആ സമയത്താട്ടെ എൻ്റെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ എന്നിട്ട് ഫസ്റ്റ് അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് 3 പിള്ളേരായി. കുട്ടികളിപ്പോൾ മൂത്ത ആള് 5ാം ക്ലാസ്സിലേക്കായി, രണ്ടാമത്തെ ആള് 4ാം ക്ലാസ്സിലേക്ക്, മൂന്നാമത്തെ ആള് 3ാം ക്ലാസ്സിലേക്കൊക്കെ ആയി കേട്ടോ. അപ്പോൾ അവരെല്ലാവരും സ്കൂളിലൊക്കെ ചേർത്തി. അപ്പോൾ ഇപ്പോഴാണ് ധോനി ബേബി ഉണ്ടായതിന് ശേഷമാണ് ഇപ്പോൾ ചെറിയ അനിയത്തിക്ക് മോളുണ്ടായത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ കല്യാണമൊക്കെ വൈകി. പിന്നെ വീട്ടിലൊക്കെ സഹായിക്കാനും അതൊക്കെ ആളുകൾ കുറവായിരുന്നു. അമ്മയ്ക്ക് അനിയത്തിമാരായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് അമ്മാവന്മാരൊന്നുമില്ല. അപ്പം അതിൻ്റെ സാഹചര്യം ഞങ്ങൾ 3 പെൺപിള്ളേർ ജോലിക്കൊക്കെ പോയിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അപ്പം അതുകൊണ്ടൊക്കെയാണ് പിന്നെ എനിക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ. നമ്മളൊരു വീട്ടിൽ മുതിർന്ന ആളാകുമ്പോൾ മൂത്ത കുട്ടിയാകുമ്പോൾ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അമ്മയ്ക്ക് സ്ഥിരമായിട്ട് സുഖമില്ലാതെയായി. അങ്ങനെയൊക്കെ ആയതിനു ശേഷം പിന്നെ വീട്ടു ചെലവുകളൊക്കെ കഴിഞ്ഞു പോണ്ടേ. അതുകൊണ്ടാണ് പിന്നെ ഞാനൊക്കെ വൈകിയത് കേട്ടോ കല്യാണം കഴിക്കാനൊക്കെ. പിന്നെ രാജേട്ടൻ്റെ വീട്ടിലും ചെറിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊന്ന് ഇഷ്യൂക്കെ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കേട്ടോ. അപ്പം അങ്ങനെ രാജേട്ടൻ വന്ന് തൊട്ടിയൊക്കെ കെട്ടി. പിന്നെ മേലെ ഞങ്ങൾ ചൂട് സമയത്ത് കുറച്ച് ഓലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഷീറ്റിൻ്റെ മേലെ. അതിന്ന് രാജീവേട്ടന് ലീവാണ്. അപ്പോൾ 2 പേരും കൂടി അതിൻ്റെ മുകളിലത്തെ ഒരു തോട്ടിയൊക്കെ കെട്ടി അതൊക്കെ വലിച്ചിട്ടു കേട്ടോ. അതിന് ശേഷം ഞങ്ങളിതാ ഉപ്പേരിയൊക്കെ ആയി. ഏട്ടൻ മീൻ കൊണ്ടെന്ന് പറഞ്ഞല്ലോ, ഞാൻ വേഗം അതൊക്കെ നന്നാക്കി എടുത്ത് അതൊക്കെ റെഡിയാക്കി കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് ഒരുപാട് ഫ്രണ്ട്സ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു, മെസ്സേജ് അയച്ചു. അപ്പോൾ നമ്മൾ കാണാത്തയും അറിയാത്തയും സഹോദരങ്ങൾ, ചേച്ചിമാരായാലും ഏട്ടന്മാരായാലും അനിയത്തിമാരായാലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് അവരൊക്കെ നമ്മളെ പിന്നെ നമുക്ക് മെസ്സേജ് അയച്ച് അതൊക്കെ വളരെയധികം സന്തോഷമാണ്. അത് ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടിങ് ഇനി മുന്നോട്ട് വേണം കേട്ടോ. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പറ്റുന്ന പോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതിന് പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് കാണുന്നവർ മെസ്സേജ് ഇടുന്നവരൊക്കെ ഞാൻ തിരിച്ച് റീപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ചില സാഹചര്യങ്ങളും കൊണ്ട് പിന്നെ നമുക്ക് ചിലപ്പോൾ തിരക്കായിരിക്കും. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ ധോനി ബേബീനെ വെച്ചിട്ടാണ് ഞാൻ ചിലപ്പോൾ വോയിസ് ഓവർ കൊടുക്കണത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷമായിരിക്കും പിന്നെ എഡിറ്റ് ചെയ്യണതും അതുപോലെ വോയിസ് ഓവർ കൊടുക്കാൻ ഓടുന്നതും ഒക്കെ. പിന്നെ നമുക്ക് മൊബൈലിലാണെല്ലാം ഞാൻ ചെയ്യണത് കേട്ടോ. അതുകൊണ്ട് പിന്നെ അപ്പോൾ 10 മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ ആണെങ്കിൽ അപ്ലോഡ് ആവാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ചിലപ്പോൾ ഡെയിലി വീഡിയോസ് ഒന്നും ഇടാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ 1-2 ദിവസമെങ്കിലും മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് ഡെയിലി വീഡിയോസൊക്കെ ഇടാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയത് കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓളെന്ന ഓപ്ഷൻ കൂടി അമർത്തിയാലാണ് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വലിയമ്മായി ഫസ്റ്റ് ഹായ് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ വലിയമ്മായിക്ക് പ്രത്യേകിച്ച് എല്ലാവരും ഒരു ഹായ് കൊടുക്കണേ. അപ്പോൾ എങ്ങനെ എല്ലാം ഞങ്ങൾ റെഡിയായി. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചിട്ട് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് മേശയുടെ മേലെ 2 പേർക്ക് ഇരുന്ന് കഴിക്കാനേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ